ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വൈറ്റുള്ളവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എന്താ പറയുക, ഒരു ദുരൂഹത നിറഞ്ഞ ഒരു മലയ്ക്ക് മേലെയാണ്. കാരണം അവിടെ ദുരൂഹത എന്ന് പറയാൻ 2021 അവസാനമായിട്ട് ആ മലൻ്റെ മേലിൽ ആ മലയ്ക്ക് മേലുള്ള വീടുകളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ മരണപ്പെടുന്നത് ആഗസ്റ്റ് മാസത്തിൽ. അപ്പോൾ അത്രയും വർഷമായിട്ട് ഒരാൾക്കാർ പോലും ആ മലയ്ക്ക് മേലെ പോയിട്ടില്ല. ആ ഒരു വീട്ടിലേക്ക് 1, 2, 3, 4 വീടാണ് മൊത്തം ആ ഒരു മലയ്ക്ക് മേലുള്ളത്. ഇതിന് മുന്നേ നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ പറയുന്നത് ഒരുപാട് ദുരൂഹതയുണ്ട്, അതുകൊണ്ടാണ് എല്ലാവരും ഒഴിഞ്ഞു പോകുന്നത് പറയുന്നത്. പ്രേതത്തിൻ്റെ ശല്യവും കാരണമൊക്കെ തന്നെ അകാരണമായിട്ട് മരണപ്പെടുക ആൾക്കാർ. അപ്പോൾ അതൊക്കെ കേട്ടപ്പം അവിടെ പോകണമെന്ന് തന്നെ തോന്നി. പിന്നീടും രണ്ടാമതും പോകണം തന്നെ തോന്നി. അതുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ ഈ പോക്കിനൊരു പ്രത്യേകത ഉണ്ട്. ഈ പോക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ക്യാമറയല്ല, മറിച്ച് തെർമൽ ക്യാമറയാണ്, നൈറ്റ് വിഷൻ ക്യാമറ. നൈറ്റ് വിഷൻ ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് ആ വഴിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വീട്ടിനുള്ളിൽ വരെ എക്സ്പ്ലോർ ചെയ്യുന്നത് ആ ഒരു ക്യാമറ വെച്ചിട്ടാണ്. അതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തൊരു ജീവജാലങ്ങളുണ്ടെങ്കിലും ചെറിയ മൈന്യൂട്ടായുള്ള കാര്യങ്ങൾ വരെ അതിനകത്ത് നമ്മൾ തിരിച്ചറിയാൻ പറ്റും. ജീവികളൊക്കെ പെട്ടെന്ന് അതിനകത്ത് കാണാൻ പറ്റും. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത അദൃശ്യ ശക്തികൾ വരെ അതിനകത്ത് കാണുന്നതാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്യാമറ കൊണ്ടാണ് അത് ഉപയോഗിച്ചാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇന്ന്. അപ്പോൾ അതിൻ്റെ പുറകെ കാണുന്ന ഈ ഒരു ചെറിയൊരു വഴിയാണ്, കല്ല് പാകിയൊരു വഴി, മലയ്ക്ക് മേലേക്ക്, റോഡൊന്നുമില്ല. അപ്പോൾ 2 സൈഡും കാട് നിറഞ്ഞെടുക്കുകയാണ്. കാരണം കാടല്ല, ആൾക്കാർ സഞ്ചരിക്കാത്ത വഴിയാണ്, അതുകൊണ്ട് തന്നെ കാട് പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം എന്താ പറയുക, എന്ത് ചെയ്യും, എന്താ നടക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം 7 മണിയായി. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നേരത്തെ പോയിട്ട് അവിടെ പോയി നിൽക്കാൻ പോകണം. എന്താ സംഭവിക്കാമെന്ന് നോക്കാം. ക്യാമറയിൽ എന്ത് കാണാൻ പറ്റും എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ പതുക്കെ ഇവിടെ അങ്ങോട്ട് നടന്നു പോകണേ. ഈ ഒരു വഴിക്ക് ഭയങ്കര അപകടം കേട്ടോ. എന്നുവെച്ചാൽ ചുറ്റുപാടും കാടാണ് കണ്ടോ. ഈ ഒരു നൈറ്റ് വിഷൻ ക്യാമറയിൽ നിന്ന് കാണാം, ഒരു വീട് പോലും എവിടെയില്ല. കാരണം നമ്മൾ ഈ നൈറ്റ് വിഷൻ ക്യാമറ ഉപയോഗിക്കുക, ഈ വീഡിയോയ്ക്ക് നൈറ്റ് വിഷൻ ക്യാമറ യൂസ് ചെയ്യാൻ കാരണം എന്താ പറയുക, എന്ത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റും. എന്ത് ജീവി ഉണ്ടെങ്കിലും അതായത് നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ജീവികൾ വരെ നൈറ്റ് വിഷൻ ക്യാമറയിൽ കാണും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഐഡിയ എടുത്തിട്ട് ഇവിടെ ഒരു വീടിൻ്റെ കേട്ടോ, അടുത്ത വീട് ആ മരൻ്റെ നേരെയാണ്. 1 അല്ല 2, 3 വീടുണ്ട്. അപ്പോൾ അതിലൊരു വീട്ടിലാണ് നമ്മൾ നിശ്ചിതമായിട്ടുള്ള എക്സ്പ്ലോറും ചെയ്യാൻ പോകും കേട്ടോ. നല്ല ശ്രദ്ധിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇഴജന്തുക്കൾ ധാരാളമുള്ളൊരു സ്ഥലമാണ്. കേട്ടോ, ദൂരെ കാണുന്ന വീട് ഉണ്ടോ, ആ ഒരു വീട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഈ ഒരു മലക്ക് മേലെ റേഞ്ച് പോലും പ്രോപ്പറായിട്ടില്ല കേട്ടോ. കണ്ടോ, ആ വീടാണ്. ഉണ്ടോ, അതായത് ഒരുപാട് ആൾക്കാർ, 2 ആൾക്കാർ തൂങ്ങി മരിച്ച ആ വീടിൻ്റെ മുന്നിലാണ് ഇപ്പോൾ എത്തി വെക്കുന്നത്. അപ്പോൾ ഇനി വിശദമായിട്ട് നമ്മൾ അത് ഉള്ളിൽ കയറിയിട്ട് പരിശോധിക്കാൻ പോകണം. എന്താണ് ഇവിടെ നടന്നത്, എന്തെങ്കിലും എന്താ പറയുക, ഇനി എന്തെങ്കിലും എനർജി ഇവിടെ ബാക്കിയുണ്ടോ, നെഗറ്റീവ് എനർജി ഉള്ളൊരു സ്ഥലം കൂടി ആയതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ഇവിടെ നമുക്ക് അനുഭവപ്പെടും, അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാകും എന്നുള്ള അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നേരെ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. കണ്ടോ, എന്താ ദൈവമേ,
ഞങ്ങൾ 2-3 മാസം മുന്നേ ആണ് ഇവിടെ വന്നിട്ട് അവസാനമായിട്ട് സൗണ്ട് കേൾക്കാണ്ട് ഈ ഒരു ഭാഗത്തു നിന്ന് എന്തോ പാണിയാണ്, വല്ലാത്ത അവസ്ഥ തന്നെയാണ്. അതായത് ഇവിടെ നെഗറ്റീവ് എനർജി ഉണ്ടെന്നുള്ളത് എല്ലാവരും ഈ നാട്ടിൽ മൊത്തം എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രണ്ടാമത് വരാൻ കാരണം കേട്ടോ. രണ്ടാമത് വരാൻ കാരണം അങ്ങനെ എനർജി ഇവിടെ ഉണ്ടെന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ട്. നമ്മളിന്ന് നൈറ്റ് വിഷൻ ക്യാമറ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ മൊത്തം ഒന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾ ഈ ക്യാമറ ഓഫ് ചെയ്യും. എന്നിട്ട് നൈറ്റ് വിഷൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് ലൈറ്റ് പോലും ഉപയോഗിക്കാണ്ടാണ് നമ്മളിവിടെ കിടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് നോക്കിയാണ് എന്തെങ്കിലും സാധനം ഉണ്ടോന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ വേണ്ട ഇതിൻ്റെ ഒരു അവസ്ഥ നമ്മളൊന്ന് വീഡിയോ ചെയ്യാതെ ഇവിടെ ഓടിയതാണ് സൗണ്ടൊക്കെ ഇട്ടിട്ട്. എന്താ നോക്കിയേ, നിലവിടെ പഴയത് ഉണ്ടോ? എൻ്റെ മുകളിൽ നോക്കിയേ, ഒരു പഴയ നിലവിളക്ക് ഇതെന്തോ കെട്ടിട്ടിട്ടുണ്ട്. ഉണ്ടോ? ഇതെന്താ വെച്ച് നോക്കാം. നോക്കിയേ, നിലവിളക്കിൽ എന്തോ കെട്ടിട്ടിട്ട് ഉണ്ടോ? നോക്കിയേ, ഇതെന്താ സംഭവം? വേണ്ടോ, എന്താ പൊടികളുണ്ട്, പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ എന്തോ കവറ്, ₹1 ഒരു കോയിനുണ്ട്. വേണ്ടോ, എന്താ ഇതെന്താ സംഭവം? എന്താ എന്താ റെഡ് കളർ പൊടി? എന്തോ പേപ്പറാണ്, അലൂമിനിയം ഷീറ്റാണ്. എന്തോ അലൂമിനിയം ഷീറ്റാണ്. കണ്ടോ, എന്തോ പൊടിഞ്ഞ് വെച്ചാണ്, പക്ഷെ കേട് വന്നിട്ടുണ്ട്. ആ പൊടി ഉണ്ടോ, എന്തോ പൊടിഞ്ഞ് വെച്ചതാണ്. എന്തോ എഴുതിയിട്ടുണ്ടാകുന്നത്, പക്ഷെ ഇത് തുളുങ്ങിപ്പോയാൽ വായിക്കാൻ പറ്റില്ല. കണ്ടോ, ഇവിടെ എന്തോ അക്ഷരമൊക്കെ ഉണ്ട്. ഈ കാണുന്നുണ്ട്, മലയാളത്തിൽ കാണിക്കുന്നുണ്ട്. ക്യാമറ എത്ര വേണ്ട ഈ തുണി ഇത് കെട്ടി വെച്ചാണ്. എന്തൊരവസ്ഥ! ഇതൊക്കെ എന്താ ആചാരമാണത് ഒന്നും പിടുത്തങ്ങനെ. വേണ്ട അവസ്ഥ നോക്കിയേ, വേണ്ടോ? ഇനിയും വെള്ളം ഉണ്ടോ അതിൻ്റെ മുകളിൽ? വേണ്ട, ചെറിയ റൂമൊക്കെയാണ്. അന്നത്തെ ബെല്ല് നോക്കി, ഇലക്ട്രിക് ബെല്ലാന്ന് തോന്നുന്നത്. ഇലക്ട്രിക് ബെല്ലാണ്. ഒരാൾക്ക് ഹൈറ്റ് കറക്റ്റ് നല്ല മുകളിൽ, പക്ഷെ എന്തോ ഉണ്ട് ഇതിനുള്ളത്. ഓട് വീണിട്ട് ഉണ്ടോ, ഓട് വീണ് എന്തോ ഒരു സൗണ്ട് കേട്ടു. ഇപ്പം എന്തോ സൗണ്ട് കേട്ടു. ഇപ്പോൾ കറക്റ്റായിട്ട് എന്തോ സൗണ്ട് കേട്ടു. ഈ ഒരു ഡോറ് നമ്മൾ തുറക്കാൻ പറ്റുന്നില്ല. തൊട്ടടുത്ത മുറിയിലേക്കുള്ളതാണോ ഈ ഒരു ജനലും ഈ ഡോറും അപ്പുറത്തുള്ള മുറിയാണ്. അത് തുറക്കാൻ പറ്റുന്നില്ല. അത് അടിച്ച് ലോക്ക് ചെയ്തിട്ട് കേട്ടോ. ഇത് ലോക്കാണ്, തുറക്കാൻ പറ്റില്ല. ഉണ്ടോ, ഇത് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ
അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നൈറ്റ് വിഷൻ ക്യാമറ. ഈ ലൈറ്റ് നമ്മൾ ഒഴിവാക്കണം. ഫുള്ള് ഇനി നൈറ്റ് വിഷൻ ക്യാമറ ഷൂട്ട് ചെയ്യാൻ പോകും. അപ്പോൾ കറക്റ്റായിട്ട് സൗണ്ടുകളും എന്തെങ്കിലും എല്ലാം കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നൈറ്റ് വിഷൻ ക്യാമറ നമ്മൾ ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകും കേട്ടോ. ഏതെങ്കിലും സൈഡിൽ നമ്മൾ ഈ റൂമിൽ കിടക്കുകയാണ്, ഈ റൂമിൽ കയ്യിൽ അത്ര ടൈം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ടൈം. അപ്പം ക്യാമറ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യും. ഇതിന് മേലെ എവിടെയെങ്കിലും ഒന്ന് ഇവിടെ എവിടെയെങ്കിലും വെച്ചാൽ മതി. ക്യാമറ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫുള്ള് ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത്. എന്ത് നടക്കുമെന്ന് അറിയില്ല. നമ്മൾ ഇവിടെ ഇരിക്കാൻ പോകും. ഇവിടെ ഇരുന്നിട്ടാണ് Yeah. Arsan.
ടൈം നമുക്ക് സേഫ് അല്ല. കാരണം ഒരാൾ നടക്കുന്നത് ഈ സൗണ്ടാണ്.